യേശുവിൻ സുവിശേഷം ദിവ്യമഹോപദേശം. യേശുവിൻ സുവിശേഷം ഹല്ലേലൂയ ദിവ്യമഹോപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമായി. സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൽ ദാനമായി. ആജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമായി. സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൽ ദാനമായി. ഒഴിയുവാൻ നിത്യനാശം കാലിലൊരു പ്രകാശം. ഒഴിയുവാൻ നിത്യനാശം കാലിലൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സങ്കീർത്തനം 31, സാംസ് 31. അവസാനത്തെ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. സാംസ് 31, സങ്കീർത്തനം 31. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. എന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചെന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയും ഇരിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്നു. വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ ഭജിക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എന്റെ അരിഷ്ടതയെ കണ്ട് എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ കാലുകളെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എന്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എന്റെ ആയുസ് ദുഃഖവും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പും കൊണ്ട് കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകത്തിൽ എന്റെ ബലം എന്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എന്റെ സകല വൈരികളാലും ഞാൻ നിന്ദിതനായി തീർന്നു. എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയവനെ പോലെ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു. എന്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായി ഡംബത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജപ്രയാതരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വാഗ്ദാനത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു.
എങ്കിലും നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. അവസാനത്തെ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന സകല ദൈവമക്കൾക്കും ഒരുപോലെ പറയാൻ ഒന്നേ ഉള്ളൂ. എന്നെ സൂക്ഷിച്ച, എന്നെ മറച്ച, എന്നെ പരിപാലിച്ച, എനിക്ക് വേണ്ടി കരുതിയ, എന്റെ പ്രാർത്ഥന കേട്ട, ശത്രുക്കൾ കാണുക മേശ ഒരുക്കിയ ഈ നല്ല ദൈവം, ഈ ദൈവം ഇന്ന് വന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ദൈവമായതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവേ, നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുത്, ഞാൻ ലജ്ജിച്ചു പോകരുത് എന്ന് ഭക്തൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. അന്ന് വാക്യം തുടങ്ങുന്ന യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുത്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ആലയത്തിലേക്ക് വന്നിരിക്കുന്ന സകല ദൈവമക്കളും കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത്, ആ കരുതലുകളെ ഓർത്ത്, ആ മഹാസൂക്ഷിപ്പിനെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ നമ്മുടെ രക്ഷയുടെ പാറയായ ദൈവത്തിന്, നമ്മുടെ ബലമായ ദൈവത്തിന്, നമ്മുടെ പരിചയമായ ദൈവത്തിന്, നമ്മുടെ സങ്കേതമായ ദൈവത്തിന്, ഉറപ്പുള്ള ഗോപുരമായ ദൈവത്തിന് ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് എന്റെ കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. വിശുദ്ധമായുള്ളൊക്കെ താഴെ കസേരയിൽ വെച്ചിട്ട് ആ കരങ്ങളൊന്ന് ചേർത്തടിക്കുക. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അല്പസമയം സ്തോത്രം ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്, നമ്മുടെ ദൈവം സർവശക്തനാണ്, നമ്മുടെ ദൈവം അത്യുന്നതനാണ്, നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്, നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്നവനാണ്, നമ്മുടെ ദൈവം അത്ഭുതമന്ത്രിയാണ്, നമ്മുടെ ദൈവം നമ്മെ ലജ്ജിപ്പിക്കാത്തവനാണ്. സർവ്വങ്ങൾക്കും സർവ്വദാനങ്ങൾ ചേർന്നുപാടാം. സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമാകും യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ. അങ്ങേ ഞാൻ സ്തുതിക്കുന്നു ദിനവും പരനെ. അടിയാഴത്തിൽ ഞാൻ കിടന്നു, കുരിരുൾ എന്റെ മരം പിടിച്ചു. അടിയാഴത്തിൽ ഞാൻ കിടന്നു, കുരിരുൾ എന്റെ മരം പിടിച്ചു. Say
Can we say, Father, I want more of you? Lord, I
യേശു മതിയായവനാ. എന്റെ യേശു മതിയായവനാ. ധൈര്യത്തോടെ ആ കൈകൾ ഉയർത്തി എന്ന് പറയാമോ? കർത്താവ് എനിക്ക് മതിയായവനാ. എന്റെ കുടുംബത്തിന് അവൻ മതിയായവനാ. എന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ മതിയായവനാ. ഇന്ന് രാത്രി ബലമില്ലാതെ ആരെങ്കിലും ഈ ആലയത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാം, ബലത്തിന്റെ പെട്ടകവുമായി അവൻ ഈ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കേണ്ടതിന് രക്തത്താൽ ഇന്ന് രാത്രി ബലം ഏറ്റെടുത്ത് ഇവിടെ മടങ്ങട്ടെ. ഹത്തര അടയ രഗന ശതര എല്ലാ ഭാരവും ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ നിരാശയും ഇന്ന് രാത്രി മാറട്ടെ. എല്ലാ ആകുല ചിന്തയും ഇന്ന് രാത്രി മാറട്ടെ. വിശ്വാസത്തോടെ ആ കരങ്ങൾ തട്ടി ഇന്ന് രാത്രി എന്റെ കർത്താവിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കുക. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാത്സല്യം ഭാവിച്ചാൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാണ്. നമ്മുടെ പ്രിയമോനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ എല്ലാ പ്രൊസീജിയറും മുമ്പോട്ട് കഴിഞ്ഞു. നല്ലൊരു മെയില് അവിടുന്ന് പ്രിൻസിപ്പൾ അയക്കണം. ചെറിയ തടസ്സങ്ങളിട്ടാണ് അതിന്മേലുള്ള പോരാട്ടമുള്ളത്. കർത്താവ് നിയമപരമായ ആ കാര്യത്തെ ക്രമീകരിച്ചു കൊടുക്കേണ്ടതിന് ഈ വരുന്ന ദിവസം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതട്ടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഇളയ മോന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെമസ്റ്റർ എക്സാം ഇവിടെ ഒരു ഭാഗത്ത് തുടങ്ങാൻ തുടങ്ങുക. അതിനു മുൻപ് ആ കുഞ്ഞുങ്ങളുടെ ക്രമീകരണത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയൊരു യേശു. നാം ഇവിടെ പാടിയതുപോലെ അവൻ ആരിലും വലിയവനാ. അവൻ എല്ലാറ്റിനും മതിയായവനാ. അവൻ ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാ. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, വഴി തുറക്കേണ്ടവർക്ക് വഴിയെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ ബലമുള്ള കരം ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് കൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഏത് ആവശ്യവുമായി ഇവിടെ വന്നിട്ടുണ്ടോ, ഏത് വിഷയമായി ഇവിടെ ഉണ്ടോ, ഈ ആലയത്തിൽ അടിയന്തരമായി ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ട്. അടിയന്തരമായ ഒരു മറുപടി എനിക്ക് ആവശ്യമുണ്ട്. അടിയന്തരമായ ഒരു സൗഖ്യം എനിക്ക് ആവശ്യമുണ്ട്. അടിയന്തരമായ ഒരു നന്മ എനിക്ക് വെളിപ്പെടേണ്ടതുണ്ട്. എന്റെ വിഷയത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിൽ ഈ രാത്രി ഒരു അത്ഭുതം സംഭവിക്കുക. യേശുവിന്റെ നാമത്തില്